സിദ്ധാർത്ഥൻ്റെ മരണത്തിലുള്ള തുടർ വാർത്തകളാണ്. സിദ്ധാർത്ഥൻ്റെ മരണത്തെ തുടർന്ന് അടച്ച പൂക്കോട് വെറ്റിനറി കോളേജ് ഇന്ന് വീണ്ടും തുറക്കുകയാണ്. ഹൈക്കോടതിയുടെ ഉത്തരവുള്ളതിനാൽ തന്നെ കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും ഹോസ്റ്റലിൽ പ്രവേശിക്കാനും പുറത്തു പോവുകയും ചെയ്യാം. ഇതിന് സർവകലാശാല നിയന്ത്രണം കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ട്. ഹോസ്റ്റലിന്റെ മുഴുവൻ ചുമതലയും ഒരു അസിസ്റ്റന്റ് വാർഡന് നൽകും. വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്താണ് ചേരുന്നത്. സുർജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നെന്തായാലും വീണ്ടും ക്യാമ്പസ് തുറന്ന് പ്രവർത്തിക്കുകയാണ്. ചില വിദ്യാർത്ഥികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയിരുന്നു. അപ്പോൾ ഇനിയും സുരക്ഷ എങ്ങനെയായിരിക്കും? അവർ വീണ്ടും വന്ന് പഠിക്കുമ്പോൾ അവർക്ക് പല ആശങ്കകളും ഉണ്ടാകും. എന്നാൽ എല്ലാ കാര്യങ്ങളിലും സുരക്ഷ ഒരുക്കുന്നതിലടക്കം വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു എന്നാണ് മന്ത്രി പറഞ്ഞത്. ഇനി സർവകലാശാലയും ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ആലോചിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ക്യാമ്പസ് തുറക്കാൻ പോകുമ്പോൾ അവിടെ നിന്നുള്ള വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് സ്മിത. എന്തായാലും ഇന്ന് സർവകലാശാല ആസ്ഥാനം വീണ്ടും തുറക്കുകയാണ്. കഴിഞ്ഞ 4-ാം തീയതിയാണ് ഈ കോളേജ് അടച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പൂക്കോട് സർവകലാശാലയുടെ മുൻഭാഗത്താണ്. എനിക്ക് പിറകിലുള്ള സ്ഥലം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾക്കും സമരങ്ങൾക്കും എല്ലാം തന്നെ വേദിയായിരുന്ന സ്ഥലമാണ്. ഇതേ തുടർന്നാണ് കഴിഞ്ഞ 4-ാം തീയതി ഇത് ആ കോളേജ് അടച്ചിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും പുതിയ ചില ക്രമീകരണങ്ങൾ ഉണ്ടായിരിക്കുന്നു. സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പുതിയ ചില ക്രമീകരണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. 6 ഹോസ്റ്റലുകളാണ് ഈ സർവകലാശാലയ്ക്ക് കീഴിൽ ഇവിടെയുള്ളത്. ഈ ഹോസ്റ്റലെല്ലാം തന്നെ ഒരു അസിസ്റ്റന്റ് വാർഡന് ചുമതല നൽകുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ മെൻസ് ഹോസ്റ്റലിന് ഓരോ നിലയിലും ഓരോ അധ്യാപകർക്കാണ് ചുമതലയായി നൽകിയിരിക്കുന്നത്. 5 ഇടത്ത് CCTVകൾ പലയിടത്തായി സ്ഥാപിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ സമയ ക്രമീകരണമില്ല. കാരണം ഹോസ്റ്റലിൽ നിന്നും അക്കാഡമിക് ബ്ലോക്കിലേക്കും അവിടെ നിന്നും തിരിച്ചു ഹോസ്റ്റലിലേക്കും എല്ലാം പോകാൻ ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്നതിനാൽ 24 മണിക്കൂറും സഞ്ചാര സ്വാതന്ത്ര്യമുള്ള സ്ഥലമാണ് ഈ വെറ്റിനറി സർവകലാശാല ആസ്ഥാനം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. പക്ഷേ ഈ നിലവിലെ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നീക്കം നടത്തുന്നുണ്ട്. നേരത്തെ ഈ ഇടുക്കി കോലാഹലമേട്ടിൽ സമാനമായൊരു ക്യാമ്പസ് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ വന്യമൃഗശല്യം ചൂണ്ടിക്കാട്ടി രാത്രിയിൽ ആ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന നില ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന മേഖലയാണ് ഈ വൈത്തിരി അടക്കമുള്ള ഈ പ്രദേശം. ഈ സർവകലാശാല ആസ്ഥാനം നിലനിൽക്കുന്ന പ്രദേശവും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല പലപ്പോഴും ഈ കുട്ടികൾ രാത്രി കുന്നിൻ്റെ സമീപത്തൊക്കെ ഇതിനകത്തുള്ള കുന്നിൻ്റെ സമീപത്തൊക്കെ പോകാറുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ള നടപടിയിലേക്ക് അധികൃതർ എത്തുന്നത്. ഇന്ന് കൂടുതൽ പോലീസിനെ ഇവിടെ വിന്യസിക്കാനുള്ള നീക്കം ഉണ്ട് എന്നുള്ളത് കൽപ്പറ്റ DYSP അറിയിച്ചിട്ടുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷ സാധ്യത ഉണ്ടെങ്കിൽ അതിനെ മറികടക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. എന്തായാലും ഇത്തരം ക്രമീകരണങ്ങൾ വരുന്നു. സ്വാഭാവികമായും നിരവധി നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. പോലീസ് അന്വേഷണം നടക്കുന്നു. 20ഓളം പേരെ ഈ കോളേജിലെ സിദ്ധാർത്ഥൻ്റെ സഹപാഠികളായിട്ടുള്ള 20ഓളം പേരെയാണ് ഇതിനകം തന്നെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേസ് CBIക്ക് വിട്ടിരിക്കുകയാണ്. എന്തായാലും 2 ആഴ്ചയ്ക്ക് സമയത്തിനകം CBI ഇത് ഏറ്റെടുക്കുകയും മറ്റു നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുമെന്നുള്ളതാണ് വ്യക്തമാവുന്നത്. ശരി സുർജിത്ത്, ഏതായാലും ക്യാമ്പസിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടട്ടെ. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കാര്യമായിട്ട് തന്നെ വിദ്യാർത്ഥികൾ അങ്ങനെ സമാധാനത്തോടെ അവിടെ കഴിയട്ടെ. അന്വേഷണം കൃത്യമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. CBI അന്വേഷണം പ്രഖ്യാപിച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ആശ്വാസത്തിലാണ് ആ കുടുംബവും നമ്മളെല്ലാവരും തന്നെ. നമ്മുടെ വീട് പോലെ തന്നെ സുരക്ഷിതമായി പഠിക്കാൻ പറ്റുന്ന ഇടങ്ങളാകണം സർവകലാശാലകളും വിദ്യാലയങ്ങളും അതേപോലെ തന്നെ തൊഴിലിടങ്ങളും ഒക്കെ. സിദ്ധാർത്ഥിന്റെ വാർത്ത വായിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് ഹൃദയത്തിനൊരു ഭാരമാണ്.